എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ എല്ലാം ബർത്ത്ഡേയ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കെട്ടിയോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നേരെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ആൾക്കൊരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഈ ഒരു കേക്കായിരുന്നു എനിക്കിഷ്ടമായത്. അപ്പോൾ അതിലവരോട് പറഞ്ഞു എങ്കിൽ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട, കുറച്ച് നല്ല ഫ്ലവേഴ്സും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫ്ലവേഴ്സ് ആ സിംബൽ ഓഫ് ലവ് എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കാരെങ്കിലും ഫ്ലവർ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ ആൾക്ക് ഫ്ലവർ കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിതിലൊരു പിങ്ക് റോസായിരുന്നു സെലക്ട് ചെയ്തത്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആളെന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞ ലൊക്കേഷൻ മാറിയപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തെങ്കിലും ഉടായിപ്പ് ഉണ്ടായിരിക്കുമെന്ന്. എനിക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആളുടെ ഒരു സ്മൈലിംഗ് ഫേസ് കാണാനായിട്ട്. അപ്പോൾ കാറിൻ്റെ മിററിൽ കൂടെ ഓൾറെഡി എന്നെ കാണുന്നുണ്ടായിരുന്നു ഞാൻ നടന്നു വരുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉള്ള ആളുടെ ഒരു റിയാക്ഷൻ ആയിരുന്നു ഇത്. കണ്ടില്ലേ നൂറിൻ്റെ ബൾബ് കത്തി നിൽക്കുന്ന പോലത്തെ ആ ഒരു ചിരി. ആ ഒരു ചിരി കാണാനായിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മിക്ക ബോയ്സിനും ബർത്ത്ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നോർമൽ ഡേ ആയിരിക്കും. സെലിബ്രേഷനോ കേക്കോ ഒന്നും അവർക്ക് വേണ്ട. കാരണം പ്രായം കൂടെ കൂടി വരുന്നതുകൊണ്ട് ബർത്ത്ഡേയ്സ് ഒന്നും ആഘോഷിക്കണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുന്നു. ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. വീട്ടിൽ വന്ന ഉടനെ നമ്മൾ ആ റോസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി അതിനെ വെള്ളത്തിലേക്കാക്കി വെച്ചു. ഒരു 1 വീക്കോ 2 വീക്കോ അതിനെ അങ്ങനെ കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ വേഗം റെഡിയായി പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാൻ. ഞങ്ങളപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഇതൊരു പക്ക ഫാമിലി ടൈം ആയിരുന്നു. ഞങ്ങളാണെങ്കിലും 3 പേരും ഒരുമിച്ച് വീട്ടിലുള്ള ടൈം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കിട്ടുന്ന ക്വാളിറ്റി ഫാമിലി ടൈം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടൊരു ധാരണയില്ലായിരുന്നു. എങ്കിലും ഗസ് ചെയ്ത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഓർഡർ ചെയ്ത ഫുഡെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ഓൾസോ അവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ, നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ നല്ല ഡ്രിങ്ക്സും നല്ല ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നാളായി ഫാമിലിയായിട്ട് പുറത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു വന്നിരുന്ന് കഴിച്ചപ്പോഴെല്ലാം. ആർക്കാ? അങ്ങനെ വീട്ടിൽ വന്ന് നേരെ ഞങ്ങൾ കേക്ക് കട്ടിയായിരുന്നു. 12 മണിയാകാനൊന്നും വെയിറ്റ് ചെയ്തില്ല. കാരണം ഇവർക്കൊക്കെ രാവിലെ എണീക്കേണ്ടതുകൊണ്ട് ലേറ്റായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം കട്ട് ചെയ്ത് കേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. വലിയ സെലിബ്രേഷനോ ഫ്രണ്ട്സോ ആരും ഇല്ലാത്ത ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആയിരുന്നു. നേരത്തെ തന്നെ ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഓൺ ടൈമിൽ അത് ഡെലിവേർഡ് ആകാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ ഒരു കുട്ടി സർപ്രൈസ് ആയിട്ടൊരു ചിക്കൻ മന്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.